ഹായ് ഹലോ എല്ലാവർക്കും Minuskitchen പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പാഷൻ ഫ്രൂട്ട് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. കേക്കിന് ടേസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മധുരത്തിനൊപ്പം ചെറിയൊരു പുളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു രസമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അങ്ങനത്തെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഈ കേക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്സും അതുപോലെ ജ്യൂസ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ ഞാനിവിടെ പാഷൻ ഫ്രൂട്ട് ഫുള്ളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മാത്രം പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലായി കഴിഞ്ഞാൽ കേക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു പൾപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാഷൻ ഫ്രൂട്ടിന് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് തിളച്ച് ഇതുപോലെ ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് നേരം വെച്ചൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാറുമ്പോൾ വീണ്ടും ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇത്ര മതിയാവും. അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ ഞാനിവിടെ 2 പ്രാവശ്യം ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള മുട്ട ആയിരിക്കണം എപ്പോഴും. ഇനി നല്ലോണം ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് ബീറ്റായി വരുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ട നല്ലോണം ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേക്കിന് വൈറ്റ് കളറിലുള്ള കേക്ക് മതി എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഒരു ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം കൂടുതൽ നേരം നമ്മൾ ബീറ്റ് ചെയ്യരുത്. മുട്ട പൊന്തി വന്നതൊക്കെ താന്ന് പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോ സ്പീഡിൽ മാത്രം ഓയിൽ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇത്രയും മതി ബീറ്റ് ചെയ്തത്. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് പൊടികൾ ആഡ് ചെയ്തിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം പൊടി ചേർത്തപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി. ഇനി കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അപ്പോൾ ഞാനിന്ന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് ക്രീം ചീസിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് സോഫ്റ്റൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഇത്തിരി നേരം ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയപ്പോൾ നമ്മൾ കേക്ക് കൂടെ നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഐസിങ് ചെയ്യാനായിട്ട് ഞാനൊരു 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ടോ അല്ലെങ്കിൽ 4 ലെയറായിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്യാവുന്നതാണ്.
ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രീം ആക്കി കൊടുക്കാം. ഈ ഒരു കേക്കിൽ അധികാരം ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പാഷൻ ഫ്രൂട്ട് കേക്ക് നല്ല ഒരു കോമ്പിനേഷനാണ് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. അപ്പോൾ ക്രീം ആക്കിയതിനു ശേഷം നമ്മളിതിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക, ക്രീം ആക്കി കൊടുക്കുക, പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാക്കി കൊടുക്കുക. നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് ഫ്രഷ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടയിൽ ഇതേപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്, അത് വാങ്ങിയാലും മതിയാവും. അങ്ങനെ മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം നല്ലോണം ഐസിങ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ഐസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിലോട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ എല്ലാ സൈഡിലോട്ടൊന്നും ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് കിട്ടില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കണ്ട. നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും കേക്കിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന എല്ലാ ഷോപ്പിലും ഇങ്ങനത്തെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡിസൈനിങ്ങും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്രീം കുറച്ച് കുറവായിരുന്നു എൻ്റെ അടുത്ത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. താങ്ക്